എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ആചാര്യ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പീശ കത്തി, അതുപോലെ കട്ടി കുറവുള്ള കത്തികൾക്കെല്ലാം എങ്ങനെ നമുക്ക് തന്നെ മൂർച്ച ഉണ്ടാക്കാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ഇതേപോലത്തെ 2 ഡിസ്ക് പേപ്പർ വാങ്ങുക. അതുപോലെ തന്നെ 2 വാഷർ ഇതിന് ആവശ്യമുണ്ട്. വാഷർ എടുത്തത് കുറച്ച് കട്ടി ഉള്ളത് കൊണ്ട് അതിനെ തട്ടിയിട്ട് കട്ടി കുറക്കുകയാണ് ആദ്യം. അത് മാത്രമല്ല, കുറച്ച് വലുപ്പം കുറവാണ്, അത് വലുപ്പം കൂടെ കൂട്ടാനുണ്ട്. മതിയാവും. നമുക്കതുപോലെ തന്നെ ഒരു ബോൾട്ടും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു റബ്ബറിന്റെ ബുഷും കൂടെ ആവശ്യമുണ്ട്. അത് ഒന്ന് മതി. പക്ഷേങ്കിൽ ഇവിടെ നീളമുള്ളത് ഒരു ബുഷ് ഇല്ലാത്തതുകൊണ്ട് 2 പീസാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. പിന്നെ റബ്ബറിന്റെ ബുഷാണ് ഇടാൻ പോകുന്നത്. അത് ഒന്ന് മതി. ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു പീസും കൂടി ഇടുകയാണ്. അത് രണ്ടിനും സൂട്ടാകാൻ വേണ്ടിയാണ്. നല്ല ഉറപ്പിൽ നിന്നെങ്കിൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അടുത്ത വാഷറും കൂടെ ഇടുകയാണ്. അടുത്തത് നമുക്ക് നെറ്റ് കൊണ്ട് നല്ല ടൈറ്റ് ആക്കേണ്ടതുണ്ട്. അത് നന്നായി ടൈറ്റ് ആയില്ലെങ്കിൽ നമുക്ക് തിരിക്കുമ്പോൾ അത് രണ്ടും ലൂസാകാൻ സാധ്യതയുണ്ട്. എത്ര നല്ലവണ്ണം പറ്റുന്നോ അത്ര നല്ലവണ്ണം ടൈറ്റ് ആക്കേണ്ടതാണ്. നന്നായി ടൈറ്റായി എന്ന് ഉറപ്പുവരുത്തുക. അടുത്തത് നമുക്കൊരു ഡ്രില്ലാണ് ആവശ്യം. അപ്പോൾ ഡ്രില്ലിലേക്ക് കയറ്റിയിട്ടാണ് നമ്മൾ മൂർച്ച കൂട്ടാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഡ്രില്ലും നല്ല പാങ്ങിൽ ഉറപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ മൂർച്ച കൂട്ടുമ്പോൾ സുരക്ഷ നിർബന്ധമായി തന്നെ ഏർപ്പെടുത്തുക. ഇത് ആ സൈഡേക്കാണ് ഇപ്പോൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ സാധനം എന്ന് പറഞ്ഞാൽ കൈക്കോട്ടിന്റെ ഒരു പീസാണ്. അപ്പോൾ അതിന് ഒട്ടും മൂർച്ച ഉണ്ടാവില്ല. എന്നതിലാണ് ഈ പീസാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് കൈക്കോട്ടിൽ നിന്ന് മുറിച്ചു ചാടിയ പീസാണ്.
അപ്പൊ അത് ലെവലാക്കുന്നുണ്ട്. ലെവലാക്കിയില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ വിടവിലേക്ക് വെക്കാൻ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അത്രയും ലെവലിലതാണ് നമുക്ക് ആവശ്യം. അങ്ങനെയാണ് ലെവലിലേക്ക് അടിച്ച് ലെവലാക്കുന്നത്. ഇനി നമുക്ക് ആ ഡ്രില്ല് തിരിച്ച് അതിലേക്ക് ആ ഗ്യാപ്പിലേക്ക് അതിൻ്റെ പീസ് വെച്ച് മൂർച്ച കൂട്ടാവുന്നതാണ്. നല്ല പാങ്ങ് ശ്രദ്ധിക്കണം, കാരണം അപകട സാധ്യത കൂടുതലാണ്. ശ്രദ്ധിച്ച് മാത്രമേ ആ മൂർച്ച കൂട്ടാൻ പാടുള്ളൂ. ഇനി നമുക്കൊന്ന് പേപ്പർ മുറിച്ച് നോക്കാം. പേപ്പർ നന്നായി മുറിയുന്നുണ്ട്. പീസ് കത്തിക്ക് മൂർച്ചയാക്കാതെ കൈക്കോട്ടിന്റെ പീസിന് മൂർച്ചയാക്കാൻ കാരണം ഓൾറെഡി പീസ് കത്തിക്ക് മൂർച്ചയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം. അതുകൊണ്ടാണ് കൈക്കോട്ടിന്റെ പീസ് കൊണ്ട് മൂർച്ചയാക്കിയത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമസ്കാരം.